നമ്മൾ തോട്ടിലെ മീൻകറി വയ്ക്കാനാണ് നമ്മൾ പോകുന്നത്. തോട്ട് മീൻകറി, അതായത് നമ്മളെ തോട്ടിലെ നെടുമീൻ, ചെറുതായിട്ട് ബ്ലാങ്ക് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും മീനാണ് കേട്ടോ. ഒരു തല, രണ്ട് മീനാണ്. അപ്പോൾ ഇത് പുളിവെള്ളം, ഇതതിൻ്റെ അരപ്പുകളാണേ. ഒരു മുറി തേങ്ങ, കുരുമുളക് ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ, അതുകൊണ്ട് തോന എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കൊച്ചുള്ളി. ഇത് ഇത്രയാണ് ഇതിൻ്റെ അരയ്ക്കണ സാധനങ്ങൾ. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മളെ സാധാ മീൻ പോലെയല്ല, നല്ല കട്ടിയാണ്, അരപ്പൊക്കെ പിടിക്കാൻ നല്ല പാടാണ്. അപ്പം നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കുകയാണ് ആദ്യത്തെ പരിപാടി. ഇത് പുളിവെള്ളം നല്ല വാളം പുളി, നല്ല നാടൻ പുളിയാണ് പുളിഞ്ഞത് ഇതിലൊഴിക്കും. ഇത്ര ബാക്കി ഇരിപ്പുണ്ട്. പുളി പാകത്തിലല്ല എന്നുണ്ടെങ്കിൽ ഇനി ഒഴിച്ചാൽ മതി. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ഇടാം. അപ്പോൾ ഇത്രയും ഉപ്പും കൂടെ നമ്മൾ ഇടണേ. പുളിവെള്ളത്തിൻ്റെ കളറാണ് ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. തിളച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തിളക്കട്ടെ. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ച് വെക്കണം. അത് അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ തേങ്ങയുടെ പച്ച ചുവയൊക്കെ മാറാനാണ്. അതൊന്ന് നല്ലത് നമ്മളൊന്ന് വാട്ടിയെടുത്താൽ പച്ച ചുവ മാറുകയും കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ചെയ്യും. അഥവാ അരപ്പ് കൂടിപ്പോയിരുന്നാലും നമുക്കത് അറിയാൻ കഴിയത്തില്ല. സാധാരണ കറികൾ വയ്ക്കുമ്പോൾ തേങ്ങ കൂടിപ്പോയാൽ ഒരു ചുരുക്കമായിരിക്കും. ഇതങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ തേങ്ങയും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുകയാണ്. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് വരട്ടിയെടുക്കാം, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ തേങ്ങ ഒന്ന് വാട്ടിയെടുക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാം അതിലേക്ക് ഇടണം കേട്ടോ. സോറി, അപ്പോൾ അമ്മ സോറി. ഇത് ചെറുതീയിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാവൂ കേട്ടോ. ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ചെറുതായിട്ടൊന്ന് പച്ച മണവും മാറണം, അല്ലാതെ കൂടുതലായിട്ടൊന്നും മൂക്കണ്ട. ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ നമുക്കിതിവിടെ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഒന്ന് പാകമാകുമ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ആവി വരും കണ്ടോ, അതാണ് പാകം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിത് തണുത്തിട്ടുണ്ട്, നന്നായി തണുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ജാറിലോട്ട്, മിക്സിയുടെ ജാറിലോട്ട് ഇടാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച് ജാറ് കഴുകി എൻ്റെ വെള്ളത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത്, ആണ് ഇത്രയും കാണിക്കണേ. അപ്പോൾ നമുക്കിനി അത് തുറന്ന് നോക്കാം എന്തായെന്ന്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെന്താണത്തില്ല, കാര്യം വെച്ചാൽ നല്ല നെയ്യുള്ള മീനാണ് കേട്ടോ. കാണാമോ, കണ്ടോ, നല്ല നെയ്യുള്ള മീനാണ്. നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല. കാണുന്നുണ്ടല്ലോ അല്ലേ, നല്ല നെയ്യുള്ള മീനാണ്. ഇത് കട്ട് ചെയ്യുന്നേരത്ത് സ്കിന്നിലൊക്കെ നന്നായിട്ട് നെയ്യുണ്ടായിരുന്നു. നമ്മൾ വടിച്ച് കളഞ്ഞിട്ടാണ് പിന്നെ ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ ചേർത്ത് കൊടുക്കാം.
നമ്മൾ അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇച്ചിരി സമയം എടുക്കും. ഇതുവരെ നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മളെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഏതാണ്ട് പാകമാവാറായിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുളം മീൻ ഇതാ ഇവിടെ നെയ്യൊക്കെ തെളിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇരിക്കണതാ കണ്ടല്ലോ. നല്ല ഭംഗിക്ക് നെയ്യൊക്കെ തെളിഞ്ഞിരിപ്പോൾ നമ്മൾ ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോഴാ തേങ്ങ അങ്ങനെ നമ്മൾ വാട്ടിയെടുത്തതും ഇതിൻ്റെ മെയിനാണ് ഈ കളർ കിട്ടാൻ. മീൻ നല്ല നെയ്യ് തെളിഞ്ഞതായിരുന്നു. പിന്നെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി നമുക്കത് നല്ല ഇരിഞ്ഞ് നല്ല ആവിയോടെ ഇരിക്കുകയാണ്. എന്താ ഏറ്റവും ലാസ്റ്റ് ഇച്ചിരി പച്ച കറിവേപ്പില ഇങ്ങനെ തൂവി, നല്ല നാടൻ കറിവേപ്പില തൂവി കൊടുത്തിട്ട് ഇനി മൂടി വെച്ചിട്ട് വിളമ്പാൻ നേരത്ത് തുറക്കുമ്പോൾ വേറെ ലെവലാണ് ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും തോട്ടും മീൻ കിട്ടുമ്പം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല പുളിയൊക്കെ നല്ല പാകത്തിനുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ അന്നേരം ഇട്ട ഉപ്പാണ്, വേറെ പിന്നീട് ഇട്ടിട്ടില്ല. എല്ലാം പാകത്തിനായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം അടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ബൈ.